ദേശീയാടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തൃശ്ശൂരിൽ അത്തരത്തിൽ കള്ളവോട്ട് വ്യാപകമായ തോതിൽ BJPയുടെ നേതൃത്വത്തിൽ ഫ്ലാറ്റുകളിലും അതേപോലെ തന്നെ വാടക വീടുകളിലും ചേർത്തിട്ടുണ്ടെന്ന് അന്നേ പരാതി ഉണ്ടായിരുന്നതാണ്. ബഹുമാനപ്പെട്ട മുൻ മന്ത്രി സുനിൽകുമാറും അതേപോലെ തന്നെ സുനിൽകുമാർ അന്ന് പരാതി ഉന്നയിച്ചിരുന്നു. പക്ഷെ അന്ന് അത് അന്വേഷണമൊന്നും നടത്തിയില്ല. അവിടെ നിന്ന് ജയിച്ച പാർലമെൻറ്റ് മെമ്പർ ആയിട്ടുള്ള സുരേഷ് ഗോപി ഏതാണ്ട് 6 മാസക്കാലം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ആക്ഷേപം വന്നിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ്. ആ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങൾ ഇന്നിപ്പോൾ കേന്ദ്ര BJP ഗവൺമെൻറ് വാലായി പ്രവർത്തിക്കുകയാണ്. അവർ പറയുന്ന സ്ഥലത്ത് വോട്ട് ഇഷ്ടം പോലെ കള്ളവോട്ട് ചേർത്ത് ജനപ്രതിനിധികൾ ജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശയം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കള്ളവോട്ട് ചേർത്തു എന്നുള്ള ആക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ആക്ഷേപമൊക്കെ വന്നു കഴിഞ്ഞാൽ ചെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലാവുമെന്ന് പേടിച്ചായിരിക്കും സുരേഷ് ഗോപി കഴിഞ്ഞ 1 മാസക്കാലത്ത് കാണാനില്ല. ഞാൻ ഇന്നലെ കൊല്ലത്തും പിന്നെ ആലപ്പുഴയിലും 2 സംഭവങ്ങളുടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 സംഭവങ്ങൾ, രണ്ടാനമ്മയും രണ്ടാനച്ഛനും ഭീകരമായി തല്ലിയ 2 കുട്ടികളുടെ വീടുകളിൽ ഞാൻ പോയിരുന്നു. അത് മാത്രമല്ല ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ കൊല്ലത്ത് ടെറസിൻ്റെ മുകളിൽ കയറിയ അവന് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ തറക്കല്ലിടുന്നതിന് വേണ്ടിയും പോയിരുന്നു. അവിടെ എങ്ങും പിന്നെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയെ കാണാനില്ല. അദ്ദേഹം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളുണ്ടായാൽ അവിടെയെല്ലാം വന്ന് ഒരു പ്രചരണം നടത്തുന്ന ഒരു പതിവാണ്. അപ്പോൾ ഇനി എന്തെല്ലാം നമ്മൾ പറഞ്ഞേക്കും അവരുടെ BJPയുടെ നേതാക്കന്മാർ ഒരു മിണ്ടുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ് ഒന്നും മിണ്ടുന്നില്ല. ഒരു കേന്ദ്ര മന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമല്ലേ. അപ്പോൾ എന്താണ് BJP ഇന്ന് രാജിവെച്ച് പോയോ? അതെല്ലാം വ്യക്തമാക്കേണ്ട BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഒരു ആൾക്കാർ വളരെ ഗൗരവപൂർവ്വം അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ ഒളിച്ചുപോക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഒളിച്ചു പോകുന്നത്? ഒരു ജനപ്രതിനിധി ഒരു നിശ്ചിത സമയത്തോ അല്ലെങ്കിൽ നിരന്തരമായി സമൂഹത്തിൽ കാണാതിരുന്നാൽ സ്വാഭാവികമായിട്ട് സമൂഹം തിരക്കും. കാരണം ആ ജനങ്ങൾ വോട്ട് ജയിപ്പിച്ചാണ്. അപ്പോൾ ഇതിലെന്തോ ഒരു കള്ളക്കളിയോ പെശകോ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുറേ മാറ്റങ്ങൾ വരികയാണല്ലോ. 1-ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷനായിരുന്നു. അത് കുട്ടികളുടെ അക്കാഡമിക് കരിയറിനെ ശരിക്കും ബാധിക്കുന്ന വിഷയമായിരുന്നു. അത് നമ്മളൊരു പരീക്ഷണാർത്ഥം സബ്ജക്റ്റ് മിനിമം വേണമെന്ന് തീരുമാനിച്ചു. സബ്ജക്റ്റ് മിനിമം വേണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് 8ാം ക്ലാസ്സിലെത്തുകയാണ്. 8ാം ക്ലാസ്സിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ 80,000-ഓളം വരുന്ന കുട്ടികൾ സബ്ജക്റ്റ് മിനിമത്തിൽ എത്തിയിട്ടില്ല. അവർക്ക് വീണ്ടും 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ട്യൂഷൻ കൊടുത്തു, വീണ്ടും ഒരു പഠനം കൊടുത്തു. അതിനുശേഷം പരീക്ഷ എഴുതിപ്പിച്ചു. ആ പരീക്ഷ എഴുതി ജയിച്ച കുട്ടികളെ വീണ്ടും 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലത്തേക്ക് വിട്ടു. ഇപ്രാവശ്യം 5, 6, 7, 8, 9 ഈ 5 ക്ലാസ്സിലും സബ്ജക്റ്റ് മിനിമം വേണം. സബ്ജക്റ്റ് മിനിമം കിട്ടിയില്ലെങ്കിൽ അവരെ വീണ്ടും ഒരു ക്ലാസ് കൊടുക്കും. ആ ക്ലാസ് കൊടുത്തിട്ട് വീണ്ടും പരീക്ഷ എഴുതിപ്പിച്ചിട്ട് കുട്ടികളെ ജയിപ്പിച്ച് വിടും. കാരണം ദേശീയാടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിലൊക്കെ തന്നെ നമ്മളെ കുട്ടികൾ പുറകോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു കാര്യം, ഈ ഓണത്തിന് മുമ്പ് തന്നെ, ഓണാവധിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാലയങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നിലയിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശം കൃത്യമായി പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ കർശന നടപടിയിലെത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സത്തർക്കമല്ല. മറ്റൊന്ന്, ഫയലുകൾ ഈ വച്ച് താമസിപ്പിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഇവിടെ കരുനാഗപ്പള്ളി ആ ഭാഗത്താണ് ഒരു
അധ്യാപികയുടെ അവർക്ക് കിട്ടേണ്ട 80 ലക്ഷത്തോളം വരുന്ന രൂപ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ടത്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഉത്തരവ് കൊടുത്തതാണ്. എൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറി ഉത്തരവ് കൊടുത്തതാണ്. എന്നിട്ട് പോലും ഒരു ഉദ്യോഗസ്ഥനും 2 ക്ലർക്കന്മാരും ആ ഫയല് വെച്ച് താമസിപ്പിച്ച് കാശ് കൊടുത്തില്ല. കാശ് കൊടുക്കാതെ വന്നപ്പോൾ മദ്രാസിൽ ഉള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരാൻ വേണ്ടി പൈസ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ, അമ്മ ടീച്ചറാണ്, അച്ഛൻ ആത്മഹത്യ ചെയ്തു. ഈ സംഭവം അറിഞ്ഞുകൊണ്ടേ തന്നെ അന്ന് രാവിലെ തന്നെ ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തു, വൈകുന്നേരത്തിന് മുമ്പ് റിപ്പോർട്ട് തരണം. വൈകുന്നേരത്തിന് മുമ്പ് റിപ്പോർട്ട് വാങ്ങിയിട്ട് ഈ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ, അക്കൗണ്ട് ഓഫീസറെയും അതേപോലെ തന്നെ അക്കൗണ്ട്സ് ഓഫീസറെയും 2 ക്ലർക്കന്മാരുടെ തസ്തികയുടെ പേരുള്ള PA ക്ലർക്ക് അങ്ങനെയൊക്കെയുള്ള പേരുള്ള 3 പേരെ അനിശ്ചിതകാലത്ത് സസ്പെൻഡ് ചെയ്ത് പിന്നെ വളരെ ഗൗരവത്തോടുകൂടിയുള്ള അന്വേഷണത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഫയലും ഓരോ മനുഷ്യൻ്റെ ജീവിതമാണ്. അപ്പോൾ ജീവനും ജീവിതത്തെയും വെച്ച് പന്താടി കളിക്കുന്ന ഒരു കാര്യവും അംഗീകരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറല്ല.